മുമ്പെങ്ങും ഇല്ലാത്ത വിധം കേരളത്തെ വർഗീയവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ മതപരമായൊരു ഭിന്നിപ്പുണ്ടെന്ന് മാഷപ്പോലുള്ള ആളുകൾക്ക് പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരത്തിലുള്ള പ്രീണനം സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിന് ഒരു കാരണമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ഭിന്നിപ്പ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അത് ഭൂതകാലം മാത്രമല്ല, വർത്തമാനകാലമാണ്. വർത്തമാനകാലം മാത്രമല്ല, ഭാവി കാലമാണ്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം അത് സംബന്ധിച്ച ചർച്ചകളിലൊക്കെ സാമുദായികമായി ഭിന്നിപ്പുണ്ടാവുകയാണ്. ഒരു ഉദാഹരണം, അതിനെപ്പറ്റിയുള്ള ചർച്ചയ്ക്ക് പകരം സംഘപരിവാർ എന്ത് ചെയ്തു? പന്തളത്തൊരു ബദൽ സംവിധാനം ഇത് വെച്ചു. അപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ അത് ചർച്ച ചെയ്യുന്നതോറും അത് ഭിന്നിപ്പ് കൂടുകയാണ്. അപ്പോൾ ഞാൻ ആവർത്തിക്കുക, അത് പൗരോഹിത്യത്തെ ശാക്തീകരിക്കുന്നു പിണറായി എന്ന് ഞാൻ പറഞ്ഞു. പൗരോഹിത്യം ശാക്തീകരിച്ചാൽ എന്താണ്ടാവുക? രണ്ട് ഭാഗത്തും പൗരോഹിത്യം ശാക്തീകരിക്കപ്പെടും. അപ്പൊ ഭിന്നിപ്പ് കൂടും. സാമുദായികമായി ഭിന്നിപ്പ് ഉണ്ടാകുന്നതിനെ പറ്റി ഒരു ബേജാറും നിർഭാഗ്യവശാൽ ഇടതുപക്ഷത്തിനില്ല. ഇന്നത്തെ ഇടതുപക്ഷത്തിന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. പാലാ ബിഷപ്പ് പറഞ്ഞു ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്. കൂടുതൽ ഒന്നുകൂടി പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്. അല്ലെങ്കിൽ ആ ചർച്ച നടക്കുന്തോറും എന്താണ്? ഭിന്നിപ്പ് കൂടുകയാണ്. അതിനെപ്പറ്റി അങ്ങനെ ഇല്ല എന്ന് പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തത് 15 ദിവസമാണ്. ആ 15 ദിവസവും കേരളത്തിൽ പല ചാനലുകളിലും പത്രങ്ങളിലും വാട്സാപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ അങ്ങേയറ്റത്തെ വെറുപ്പുണ്ടാക്കുന്ന ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നിപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ പിണറായി വിജയൻ 15 ദിവസം മൗനം പാലിച്ചത്? അപ്പോൾ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം. അതേ മുസ്ലിം പൗരോഹിത്യത്തെ എങ്ങനെയാണ് ശാക്തീകരിക്കുന്നത്? ഇപ്പോൾ വളരെ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ വളരെ പുരോഗമനപരമായ ഒരു നിലപാടായിരുന്നു മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിടുക. വളരെ നല്ല കാര്യമാണ്. വഖഫ് ബോർഡിനെ പറ്റി ധാരാളം പരാതികളുണ്ട്, കേസുകളുണ്ട്, തർക്കങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലുണ്ട്, പലയിടത്തും ഉണ്ട്. ദേവസ്വം ബോർഡിനെ പറ്റിയുണ്ട്, മറ്റേ ക്രിസ്ത്യൻ പൗരോഹിത്യത്തെ പറ്റിയുണ്ട്. ക്രിസ്ത്യൻ പൗരോഹിത്യത്തെ പറ്റിയുള്ളപ്പോ ചർച്ച ആക്ട് വന്നാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ബിഷപ്പുമാര് സ്വന്തം സ്വത്തുവകകൾ മാതിരിയാണ് പള്ളിയുടെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ എല്ലാ പൗരോഹിത്യം എങ്ങനെയാണ്? അപ്പൊ ഇത് വളരെ ഞാനൊക്കെ വളരെ രണ്ട് കൈ ഉയർത്തി സ്വാഗതം ചെയ്തതാണ്. ഇത് വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടുക. അത് മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കായ EK സമസ്തയിലെ ഒരു വിഭാഗം അതിനെ എതിർത്തു. അവര് നേരെ പിണറായി വിജയനെ സമീപിച്ചു. അപ്പൊ അദ്ദേഹം അത് പിൻവലിച്ചു. അപ്പൊ അവർക്ക് ഉഷാറ് കൂടി, ഉന്മേഷം കൂടി. കാരണം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കിട്ടുന്ന ലീഗിനെ കിട്ടുന്നില്ല, ലീഗിന്റെ കൂട്ടത്തിലെ EK സമസ്തയെ ഇല്ല ഒരു വിഭാഗത്തെ, വിമത വിഭാഗത്തെ പിടിക്കാൻ വേണ്ടിയുള്ള പണിയാണ്. ഇപ്പോൾ വേറൊരു ഉദാഹരണം, ഇവിടെ ലിംഗസമത്വം, ജെൻഡർ ജസ്റ്റിസ്, അതിനുവേണ്ടി എന്ത് വേണം? ഈ കുട്ടികളുടെ വേഷം തുല്യമാക്കണം. ഇപ്പോൾ ബാലുശ്ശേരിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ പാൻസ് ധരിച്ചു. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോ അത് ആണുങ്ങളുടെ വേഷം പെണ്ണുങ്ങൾ അണിയാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഈ പൗരോഹിത്യം വന്നു. അതെ, EK സമസ്തയിലെ ഈ CPM അനുഭാവമുള്ള വിമത വിഭാഗം വന്നു. ഉടനെ അത് പിൻവലിച്ചു. ഒന്നാമത് പാൻസ് ഉണ്ടായ നാട്ടില് ആണിന്റെയും പെണ്ണിന്റെയും വേഷമാണത്. ആണുങ്ങൾ മാത്രം ഇടുന്ന വേഷമല്ല. യൂറോപ്പിലും അമേരിക്കയിലൊന്നും ഇങ്ങനെ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളെ ഇടും. അപ്പൊ ഇവിടെ ഇപ്പൊ ധാരാളമായിട്ട് കാണുന്നത് ആണുങ്ങളുടെ വേഷമായിട്ടാണ്. ഇപ്പൊ പെൺകുട്ടികൾ ഇടുന്നുണ്ട്. ഞാൻ പറയുന്നത് പൗരോഹിത്യം എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഉടൻ അവിടെ നിശ്ചലമായി നിൽക്കുക, പിന്നോട്ട് പോവുക. അത് ക്രിസ്ത്യൻ പൗരോഹിത്യമാണെങ്കിലും മുസ്ലിം പൗരോഹിത്യമാണെങ്കിലും ഹിന്ദു പൗരോഹിത്യമാണെങ്കിലും ഒക്കെ പൗരോഹിത്യത്തെ ശാക്തീകരിച്ചാൽ 2 ഭാഗത്തും 3 ഭാഗത്തും അകലം കൂടും. ക്രിസ്ത്യൻ പൗരോഹിത്യത്തെ നിങ്ങൾ ഇങ്ങനെ പ്രീണിപ്പിക്കുമ്പോൾ മുസ്ലിം പൗരോഹിത്യവും ഹിന്ദു പൗരോഹിത്യവും അവരുടെ ഭാഗത്ത് അവർക്ക് പിണക്കുണ്ടാവും, അവരതിന് പ്രതിക്രിയ ചെയ്യും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ എന്താ ഉണ്ടായെന്ന് വിചാരിച്ചാല് ഇവരുടെ പലതരം പ്രവർത്തനം കൊണ്ട് മുസ്ലിങ്ങളിൽ 99% LDFിനെതിരായി. അവരുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് 1994 ലീഗിൽ നിന്ന് പിളർന്നുപോയ INL എന്നൊരു പാർട്ടിയില്ലേ, അഹമ്മദ് ഏവർകോവിൽ ഒരാള്, അദ്ദേഹം MLA ആണ്. അദ്ദേഹം ഒരിടയ്ക്ക് 2.5 കൊല്ലം മന്ത്രിയായിരുന്നു. ആ പാർട്ടി മാത്രമേ LDFിന്റെ കൂടെ മുസ്ലിങ്ങളുടെ ഒരു സംഘടനയുള്ളൂ. മറ്റെല്ലാ സംഘടനകളും അവർ നകുന്നു. അപ്പൊ എന്താണ് ഇനിയിപ്പോ രക്ഷ? എന്താണ്? അവരിത്രയോ കാലം ന്യൂനപക്ഷ വർഗീയതയെ പിന്തുണച്ച ആളുകളാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും മറ്റുള്ളവരൊക്കെ പിന്തുണച്ച ആളുകളാണ്. ഞാൻ പറഞ്ഞുതരാം, SDPI ആണ്
മഹാരാജ് കോളേജിലെ അഭിമന്യുവിനെ കൊന്ന കേസിലെ പ്രതികൾ, അതിൽ ഒന്നാം പ്രതി അറസ്റ്റ് ചെയ്തിരുന്നില്ല. അയാള് ഒന്നാം പ്രതി കീഴടങ്ങി. എപ്പോ കീഴടങ്ങി? കോവിഡ് വന്നിട്ട് ഒളിത്താവളത്തിലാക്കി ഭക്ഷണം കിട്ടാതെ മരിച്ചു എന്ന് തോന്നിയപ്പോ അതിലൊന്ന് കീഴടങ്ങി. മനസ്സിലായോ? മഹാരാജാസ് കോളേജ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ മധ്യത്തിലുള്ള ഒരു സ്ഥാപന. അവിടുന്ന് ഒരാള് രാത്രി 2:30 മണിക്കോ 3 മണിക്കോ എങ്ങോട്ട് പോയാലും CCTVയിൽ അത് കാണും. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അത് ഒരു ഓട്ടോറിക്ഷ കയറിയാ പോയത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇങ്ങനെ ഇതിൽ കണ്ട കാര്യം പറയാനേ. പക്ഷെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. അപ്പോ SDP ആയിട്ട് അവര് അന്ന് 2 വർത്താനം പറഞ്ഞാലേ വേറെ പ്രശ്നത്തിലായില്ലല്ലോ. അപ്പൊ ഇപ്പോ അവരിപ്പം പല കാര്യം കൊണ്ട് BJP ഇവരും തമ്മിലുള്ള അടുപ്പം കൊണ്ടും മറ്റു പല നയപരമായ കാര്യം കൊണ്ടും ഇപ്പോ ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും സുന്നി ആണെങ്കിലും മുജാഹിദ് ആണെങ്കിലും ഒക്കെ CPM-നെതിരായി. അതവർ തിരിച്ചറിഞ്ഞു. പണ്ട് സുലൈമാൻ സേട്ടിനെയും അബ്ദുൽ നാസർ മദനിയെയും കൂടെ നിർത്തിയാണല്ലോ അവര്. സുലൈമാൻ സേട്ട് എന്ന് പറയുന്ന INL-ന്റെ സ്ഥാപക നേതാവാണ്. അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്നത് പണ്ട് ISS ഉണ്ടാക്കുകയും പിന്നീട് PDP ഉണ്ടാക്കുകയും ചെയ്ത ആളാണ്. വലിയ, അതായത് RSS-നെ നേരിടാൻ വേണ്ടി RSS-ന്റെ അതേ രീതിയിൽ ഒരു സംഘടന ഉണ്ടാക്കിയ ആളാണ്. അവര് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവര് ബോംബെറിഞ്ഞ് അദ്ദേഹത്തിന്റെ വലത്തെ കാല് മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ 9.5 കൊല്ലം കോയമ്പത്തൂർ ജയിലിലിട്ടു. 9.5 കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹം നിരപരാധിയെന്ന് പറഞ്ഞത്. ഒരുപാട് അന്യായം അദ്ദേഹത്തോട് ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് അന്യായം ചെയ്തിട്ടില്ല എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ വാദങ്ങളൊന്നും പൂർണ്ണമായി ജനാധിപത്യമായിട്ട് നിരക്കുന്നതായിരുന്നില്ല അന്നത്തെ വാദങ്ങൾ. എന്നിട്ടും ഇവർ കൂടെ നിർത്തി. 2009 എൻ്റെ ഓർമ്മ, പൊന്നാനിയിൽ പിണറായി വിജയനും അബ്ദുൽ നാസർ മദനിയും ഒന്നിച്ചൊരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതെ. അപ്പൊ ഞാൻ പറയുന്നത് ഈ പൗരോഹിത്യത്തെയും വിഭാഗീയതയും വർഗീയതയും പ്രീണിപ്പിക്കുന്ന പണി ഇവർക്ക് എന്നുണ്ട്. ഇവിടുത്തെ ഇത് CPM-ന് മാത്രമുള്ള ഒരു കുറ്റമല്ല കേട്ടോ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. ഇത് LDF UDF മാറി മാറി ചെയ്തുകൊണ്ടിരുന്ന അത് LDF അത് കുറച്ചുകൂടി മിടുക്കായിട്ട് കുറച്ചുകൂടി ശക്തിയായിട്ട് ചെയ്യും. ഇപ്പോഴും മിടുക്കായിട്ടാണ് ചെയ്യുന്നവർ. ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ ചില്ലറ ആലോചനയല്ല. കാരണം ശബരിമലയിലെ ഈ യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിൽ, അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരാണ്. ഞാൻ ചോദിക്കുന്നു, ഇത് ഈ കാര്യം പറഞ്ഞതിന് വെള്ളാപ്പള്ളി നടേശനെ എന്ത് വിളിക്കണം? ഇത് സത്യമാണോ? എനിക്കറിയില്ല. ശ്രീ പിണറായി വിജയൻ അയ്യപ്പന്റെ ഭക്തനാണോ, ദൈവത്തിൽ വിശ്വാസമുള്ള ആളാണോ എന്ന് ഞാനല്ല പറയേണ്ടത്. അത് പറയേണ്ടത് വെള്ളാപ്പള്ളിയല്ല, അത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. വേറൊരാൾ പറഞ്ഞാൽ അതിനൊരു എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞതിനാണല്ലോ, വളരെ നല്ല പ്രസംഗത്തിന് നന്ദി എന്നൊരു കുട്ടി പറഞ്ഞാലേ അമ്മ അതിന് കമന്റ് ഒന്നും വേണ്ട, അല്ലേ അല്ലേ? അത്രയധികം ക്ഷിപ്രപ്രതികരണമുള്ള ആളാ അദ്ദേഹം. മിണ്ടിയിട്ടില്ലല്ലോ ഇന്നേര്. അപ്പൊ എന്താ, ഇനി ആരെങ്കിലും ഭക്തനാന്ന് വിചാരിച്ച് 10 വോട്ട് ഇരുന്ന് കിട്ടിക്കോട്ടെ. അത് ഇദ്ദേഹം പറയിച്ചാണോ എന്ന് എനിക്കറിയില്ല. പിണറായി വിജയൻ ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളിയെ കൊണ്ട് പിണറായിയോ പാർട്ടിക്കാരോ പറയിച്ചാണോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്റെ കണക്കിന് വെള്ളാപ്പള്ളി പറഞ്ഞ 10 വോട്ട് കിട്ടല്ല, 10 വോട്ട് പോവുക ചെയ്യും. അതേ ആരൊക്കെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞോ അവരൊക്കെ സാമാന്യമായി ജയിക്കുകയും, അതേ ആരൊക്കെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞോ അവരൊക്കെ സാമാന്യമായി ജയിക്കുകയും ചെയ്തതാണ് തോൽക്കുക. ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ തോറ്റിരിക്കും. അതാണ് കാരണം. അദ്ദേഹം പല സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്, പല തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഊഹം പറയുന്നതല്ല. അവിടുന്ന് പുറത്തേക്ക് പോകുന്ന ആൾ, ഇപ്പൊ വിദ്യാസാഗറിനെ പോലുള്ള ആള് പറയുന്നത് നമ്മൾ കേട്ടിട്ടായി പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ പ്രസിഡന്റ് ആയിട്ടോ ജോയിന്റ് സെക്രട്ടറി ആയിട്ടോ ട്രഷറർ ആയിട്ടോ ഒക്കെ പ്രവർത്തിച്ച ആളുകൾ. അപ്പൊ എനിക്ക് മനസ്സിലായത് വെള്ളാപ്പള്ളിക്കും ശ്രീ പിണറായി വിജയനൊക്കെ വ്യക്തിപരമായ നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത എന്തോ താല്പര്യങ്ങളുണ്ട്. വ്യക്തിപരമോ കുടുംബപരമോ സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവരുടെ ഐക്യമുന്നണി. എന്റെ കണക്കിന് CPM-ന്റെയും BJP-യുടെ ഇടയിലുള്ള പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ. BJP-യോട് പറയാനുള്ളത് വെള്ളാപ്പള്ളിയോട് പറഞ്ഞാൽ മതി. കാരണം BJP-യുടെ അലയായിട്ടുള്ള BDJS-ന്റെ നേതാവ് അദ്ദേഹത്തിന്റെ പുത്രനാ, അദ്ദേഹമാണ് ആ പാർട്ടി ഉണ്ടാക്കിയത്. BDJS എന്ന പാർട്ടി ഉണ്ടാക്കിയ ആരാ? വെള്ളാപ്പള്ളി നടേശനാ. അദ്ദേഹത്തിന്റെ മകനെ തുഷാർ വെള്ളാപ്പള്ളിയാണ് അതിന്റെ പ്രസിഡന്റ് ആക്കിയത്. അപ്പോ NDA-യിലൊരു സഖ്യകക്ഷിയാണ് ആര്? BDJS. അതിന്റെ നേതാവാണ്, അതിന്റെ സ്ഥാപക നേതാവാണ് ആര്? വെള്ളാപ്പള്ളി. അദ്ദേഹത്തെയാണ് ഇവർ കൊണ്ടാടുന്നത്. പിന്നെ അവർ തമ്മിൽ ഐക്യമുന്നണി എന്ന്
പറഞ്ഞ പോലെ തെറ്റുള്ളൂ. നമുക്കിതൊക്കെ കണ്ട സാമാന്യമായി മനസ്സിലാവില്ല. അവരുടെ അത്ര ബുദ്ധി ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്കും മനസ്സിലാവില്ലേ?